നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ കച്ചവടങ്ങളിൽ ഒന്നാണ് വിവാഹം എന്ന് ഞാൻ ചിന്തിക്കുന്നു. എങ്ങനെയെങ്കിലും രണ്ടുപേരെ തമ്മിൽ ചേർത്ത് ലാഭമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നവർ അവർക്കുള്ള വിഹിതം പറ്റിപ്പോകുമ്പോൾ വാസ്തവത്തിൽ ചെയ്യുന്നത് രണ്ട് ജീവിതങ്ങളെ നരകത്തിലേക്ക് തള്ളിയിടുകയല്ലേ? ദൈവത്താൽ സ്ഥാപിതമായ കുടുംബം എങ്ങനെ ദൈവകേന്ദ്രീകൃതമായി ആസ്വദിക്കാം എന്ന് ചിന്തിച്ചാട്ടെ. ജീവസന്ദേശത്തിൻ്റെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹത്തിൻ്റെ മൂല്യം നിർണ്ണയിക്കപ്പെടേണ്ടത് അതിൻ്റെ നിർമ്മലതയുടെ അടിസ്ഥാനത്തിലാകണം. വ്യത്യസ്ത ബന്ധങ്ങളിൽ സ്നേഹത്തിന് വ്യത്യസ്തമായ തലങ്ങളുണ്ട്. മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താവ്, മക്കൾ, സഹോദരങ്ങൾ, സ്നേഹിതർ, അങ്ങനെ ബന്ധങ്ങളുടെ വ്യത്യസ്തത അനുസരിച്ച് സ്നേഹത്തിനും വ്യത്യസ്തതയുണ്ടാകും. എന്നാൽ എല്ലാ ബന്ധങ്ങളും ദൃഢവും മനോഹരവുമാക്കുന്നത് നിർമ്മലമായ സ്നേഹമാകുന്നു. തീവ്രവും നിർമ്മലവുമായ ഒരു പ്രേമകാവ്യമാണ് ഇന്നു മുതൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ശലോമോൻ എഴുതിയ ഉത്തമഗീതം. ഈ പുസ്തകത്തിൻ്റെ ഒരു മുഖവരിയോടുകൂടെ ഇന്ന് നമുക്ക് ആരംഭിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിച്ച പുസ്തകം സഭാപ്രസംഗിയുടെ പുസ്തകമായിരുന്നു. സദൃശവാക്യങ്ങൾ ശലോമോൻ്റെ ജ്ഞാനവും, സഭാപ്രസംഗിയിൽ ശലോമോൻ്റെ ഭോഷത്വവും, ഉത്തമഗീതത്തിൽ ശലോമോൻ്റെ സ്നേഹവും നാം കാണുന്നു എന്ന് നേരത്തെ ചിന്തിച്ചല്ലോ. സഭാപ്രസംഗിക്ക് ശേഷം ഈ ഉത്തമഗീതം പഠിക്കുന്നത് ഉചിതം തന്നെയാണ്. ജീവിതത്തിൽ അർത്ഥവും സംതൃപ്തിയും കണ്ടെത്തുവാനുള്ള ശലോമോൻ്റെ നീണ്ട പരീക്ഷണങ്ങൾക്ക് ശേഷം അതെല്ലാം മായയാകുന്നു എന്ന് ചിന്തിച്ച് നിരാശപ്പെടാവുന്ന അന്തരീക്ഷത്തിൽ ഇതാ ഉന്നതമായ ഒരു ബന്ധത്തെക്കുറിച്ച് അവൻ വിവരിക്കുന്നു. ശലോമോൻ്റെ ഉത്തമഗീതം വളരെയേറെ വാദപ്രതിവാദങ്ങൾക്കിടയാക്കിയിട്ടുള്ള ഒരു പുസ്തകം തന്നെയാണ് ഈ ഉത്തമഗീതം. ബൈബിളിലെ പുസ്തകങ്ങളിൽ വെച്ച് ഏറെ പ്രത്യേകതകൾ ഉള്ളതും ഗ്രഹിക്കുവാൻ പ്രയാസം ഉള്ളതുമായ ഒരു പുസ്തകം അത്രേ ഉത്തമഗീതം. 8-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ മാത്രമാണ് ദൈവമെന്ന നാമം പോലും ഉപയോഗിച്ചിട്ടുള്ളത്. പുതിയ നിയമത്തിൽ ഈ പുസ്തകം പരാമർശിച്ചിട്ടേയില്ല. ഒരു ആണും പെണ്ണും തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങളുടെ വർണ്ണനയായതിനാൽ അനേകം വേദപഠിതാക്കൾക്കും പ്രത്യേകിച്ച് ആധുനിക കാലത്തുള്ളവർക്ക് ഈ പുസ്തകം വഴിവിട്ട വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകി എന്നോർക്കണം. ഇതിൻ്റെ ദൈവനിശ്വാസ്യതയെക്കുറിച്ചുള്ള വാദമല്ല, പിന്നെയോ വ്യാഖ്യാനത്തെക്കുറിച്ചുള്ള വാദമാണ്. ഈ പുസ്തകം യഥാർത്ഥത്തിൽ ബൈബിളിൽ ഉണ്ടായിരിക്കരുതായിരുന്നു എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. എന്തായിരുന്നാൽ തന്നെ അത് തിരുവചന കാനോനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതൊരിക്കലും യാദൃച്ഛികമല്ല താനും. തിരുവചനത്തിൽ ഏറ്റവും അധികം അവഗണിക്കപ്പെട്ടിട്ടുള്ള പുസ്തകമാണ് ഉത്തമഗീതം. പല കാരണങ്ങളാൽ അത് പഠിക്കുമ്പോൾ അതേക്കുറിച്ച് നാം കൂടുതലായി മനസ്സിലാക്കുന്നതാണ്. ദൈവവചനത്തിലൂടെ ആദ്യമായി കടന്നു പോകുന്ന ഏതൊരു വായനക്കാരനും ഉത്തമഗീതത്തിലെത്തുമ്പോൾ പതറി നിന്നു എന്ന് വന്നേക്കാം. കുടുംബ പ്രാർത്ഥനയിൽ സാധാരണ ഉത്തമഗീതം വായിക്കാറില്ല. എന്തായിരുന്നാൽ തന്നെയും ഇത്ര അനുഗ്രഹീതവും പ്രയോജനപ്രദവും വിസ്മയതരവുമായ ഒരു പുസ്തകം വേറെയില്ല. അങ്ങനെ തോന്നുമാറ് ഉന്നതമാണ് ഈ ഉത്തമഗീതമെന്ന് താങ്കൾ ഉടനെ സമ്മതിക്കും. ഉത്തമഗീതത്തിൻ്റെ എഴുത്തുകാരൻ ശലോമോൻ ആകുന്നു എന്ന് ഇതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ നിന്ന് വ്യക്തമാകുന്നു. ശലോമോൻ്റെ ഉത്തമഗീതം എന്നാണല്ലോ ഇത് ആരംഭിക്കുന്നത്. സദൃശവാക്യങ്ങളും സഭാപ്രസംഗിയും ശലോമോൻ എഴുതിയ പുസ്തകങ്ങളാണ്. ഈ പുസ്തകം വാസ്തവത്തിൽ ഒരു കഥയല്ല. ഉത്തമഗീതം ഒരു കഥയല്ല, ഒരു കവിതയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4-ാം അധ്യായത്തിൽ അതിന് 32-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ, അതായത് ശലോമോൻ രാജാവ് 3000 സദൃശവാക്യം പറഞ്ഞു, അവൻ്റെ ഗീതങ്ങൾ 1005 ആയിരുന്നു എന്ന്. ശലോമോൻ 3000 സദൃശവാക്യങ്ങൾ എഴുതിയെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ സദൃശവാക്യങ്ങളുടെ ആ പുസ്തകത്തിലെയും സഭാപ്രസംഗിയുടെ പുസ്തകത്തിലെയും കൂടി സദൃശവാക്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയാൽ പോലും
വളരെ കുറച്ച് സദൃശവാക്യങ്ങളെ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ എന്ന് കാണുവാൻ കഴിയും. അതായത് ശലോമോൻ്റെ എഴുത്തുകളിൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ എന്നർത്ഥം. എന്നാൽ നമുക്ക് ലഭിച്ചിട്ടുള്ളതിനെ സംബന്ധിച്ച് 2 കാര്യങ്ങൾ നമുക്ക് പറയുവാൻ കഴിയും. ഒന്ന്, ശലോമോൻ എഴുതിയവയിൽ ഏറ്റവും മെച്ചമായത് നമുക്ക് ലഭിച്ചിരിക്കുന്നു. 2, നമുക്ക് ആവശ്യമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചത് എല്ലാം നമുക്ക് നൽകിയിരിക്കുന്നു. മുമ്പ് വായിച്ച വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ 1005 ഗീതങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നത്രേ. അതേക്കുറിച്ച് ഒന്ന് ഓർത്തു നോക്കുക. 1000-ലധികം ഗീതങ്ങൾ ശലോമോൻ രചിച്ചു. അതായത് ശലോമോൻ നല്ലൊരു കവിയായിരുന്നു എന്നർത്ഥം. വളരെ കൃത്യമായിട്ടാണ് ദൈവവചനം ഓരോ കാര്യങ്ങളും പറയുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക. അവൻ 1005 ഗീതങ്ങൾ എഴുതി എന്നത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. വെറുമൊരു ഏകദേശ കണക്ക് പറയുകയല്ല, കൃത്യമായ സംഖ്യ നൽകിയിരിക്കുന്നതായി കാണാം. 1005, 1000-ഓളം അല്ലെങ്കിൽ 1000-ലധികം എന്നല്ല, 1005. ചിലപ്പോൾ അതിൽ 5 മാത്രമായിരിക്കാം നമുക്ക് നൽകിയിട്ടുള്ളത്. ശലോമോൻ്റെ ഗീതങ്ങളിൽ ഭൂരിഭാഗവും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. യഥാർത്ഥത്തിൽ ഒരു ഗീതമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ എന്നാണ് സാധാരണയായി നാം പറയാറുള്ളത്. എന്നാൽ ഉത്തമഗീതം നാം പഠിക്കുമ്പോൾ ഇത് പല ചെറിയ ഗീതങ്ങൾ ഉൾപ്പെട്ട ഒന്നാകുന്നു എന്ന് കാണുവാൻ കഴിയും. ഇതിൽ എത്ര ചെറിയ ഗീതങ്ങൾ ഉൾപ്പെടുന്നു എന്നതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും 5 കവിതകൾ, 5 ഗീതങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ പുസ്തകമെന്ന് കരുതുന്നവർ ധാരാളമാണ്. 7 എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ 5 എന്നുള്ളത് വിശ്വസനീയമാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട 2 വാക്യങ്ങൾ 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യവും 8-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യവുമാണ്. ഞാൻ അവയൊന്ന് വായിക്കാം. 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, അവൻ താമരകളുടെ ഇടയിൽ മേയിക്കുന്നു. 8-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ കാണുന്നത്, ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുപ്പാൻ പോരാ, നദികൾ അതിനെ മുക്കിക്കളകയില്ല. ഒരുത്തൻ തൻ്റെ ഗ്രഹത്തിലുള്ള സർവ്വസമ്പത്തും പ്രേമത്തിനു വേണ്ടി കൊടുത്താലും അവനെ നിന്ദിച്ചു കളയും. ഉത്തമഗീതം ദൃഷ്ടാന്ത രൂപത്തിലുള്ള ഒരു കവിതയാണ്. ഇത് വേദപുസ്തകത്തിലെ സാധാരണ അവഗണിക്കപ്പെടാറുള്ള പുസ്തകങ്ങളിൽ ഒന്നാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ശരിയായ രീതിയിൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയില്ലെങ്കിൽ ജഡീകനായ മനുഷ്യൻ ഇതിനെ തെറ്റിദ്ധരിക്കപ്പെടും. ശരിയായി മനസ്സിലാക്കാതെ അനേകം ആളുകൾ ഈ പുസ്തകത്തെ അധിക്ഷേപിക്കാറുണ്ട്, എന്ന് പറഞ്ഞാൽ പരിഹസിച്ച് തള്ളാറുണ്ട്. വിശുദ്ധ പൗലോസിൻ്റെ ചില ലേഖനങ്ങൾ മനസ്സിലാക്കുവാൻ വിഷമമായപ്പോൾ പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരം എഴുതി. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലും 16-ാം വാക്യത്തിലും. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെപ്പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. ഉത്തമഗീതത്തെ സംബന്ധിച്ചും ഇത് വാസ്തവമാകുന്നു എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. വേദപണ്ഡിതന്മാരായിരുന്ന ഒറിയനും ജെറോമും പറയുന്നത്, യഹൂദന്മാർ തങ്ങളുടെ യുവാക്കളെ അവർ 30 വയസ്സ് പ്രായമാകുന്നതിന് മുൻപ് ഉത്തമഗീത പുസ്തകം വായിക്കുവാൻ അനുവദിച്ചിരുന്നില്ല എന്നത്രേ. ഇതിനെ തെറ്റായ രീതിയിൽ ലൗകികവും ലൈംഗികവുമായി അവർ കാണും എന്ന ഭയമാണ് ഇങ്ങനെ വിലക്കിയിരുന്നതിന് കാരണം എന്ന് നമുക്ക് മനസ്സിലാകും. വൈവാഹിക ജീവിതത്തിലെ ഭാര്യാഭർത്തൃ ബന്ധത്തിലെ സ്വർഗാനുഭൂതിയുടെ മഹിമപ്പെടുത്തലാണ് ഉത്തമഗീത പുസ്തകത്തിൻ്റെ ഉദ്ദേശമെന്ന് യഹൂദന്മാർ പൊതുവെ ധരിച്ചിരുന്നു. ഈ പറഞ്ഞ അനുഭൂതി ഇവിടെ പറയുന്ന നിലയിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുവെങ്കിൽ ഇത് തിരുവെഴുത്തിൻ്റെ ഭാഗമായത് പ്രസക്തമാണ്. വീഴ്ച സംഭവിച്ച മനുഷ്യൻ്റെ വൈകൃതങ്ങൾക്ക് എരിവ് കൂട്ടുക മാത്രമാണ് ഇതിലെ വിവരണങ്ങളെങ്കിൽ ഈ പുസ്തകം അസ്ഥാനത്താണ്. 2 തെറ്റായ ചിന്താഗതികൾക്ക് വാസ്തവത്തിൽ ഈ പുസ്തകം ഉത്തരം നൽകുന്നു. ഒന്ന്, വിവാഹം തെറ്റാണെന്ന് പറയുകയും
സന്യാസ ജീവിതത്തെ അല്ലെങ്കിൽ ബ്രഹ്മചര്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അതിൽ ഒന്നാമത്തെ കൂട്ടർ. ഈ കൂട്ടർക്ക് ഈ പുസ്തകം മറുപടി നൽകുന്നു. രണ്ടാമതായി, തങ്ങളുടെ ജഡികമായ മോഹങ്ങൾ നിവർത്തിക്കപ്പെടുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിനാണ് മുൻഗണന നൽകേണ്ടത് എന്ന് ചിന്തിക്കുന്നവരാണ് ഈ രണ്ടാമത്തെ കൂട്ടർ. ഈ രണ്ട് കൂട്ടർക്കും ഈ പുസ്തകം വ്യക്തമായ ശരിയായ മറുപടി നൽകുന്നു. ഒന്നാമതായി, അയ്യോ അങ്ങോട്ടെങ്കും നോക്കരുതേ, അങ്ങോട്ടെങ്കും അടുക്കരുതേ, ഇതേതോ പിശാചിൻ്റെ പണിയാകുന്നു, അതുകൊണ്ട് വിവാഹമെന്ന് പറയുന്ന പരിപാടിയെ അരുത് എന്ന് പറയുന്ന ഒരു കൂട്ടർ. ഇനിയും അതിൻ്റെ ഘടകവിരുദ്ധമായി വേറൊരു കൂട്ടർ, എത്ര വേണമെങ്കിലും അഴിഞ്ഞാടാം, യാതൊരു കുഴപ്പവുമില്ല എന്ന് ചിന്തിക്കുന്നവർ. അതെ, ഈ രണ്ട് ചിന്താഗതികളും തെറ്റാകുന്നു. വൈവാഹിക ജീവിതത്തിൽ സ്ത്രീ പുരുഷ സ്നേഹം മനോഹരമായ, അനുഗ്രഹീതമായ, ആനന്ദദായകമായ അനുഭവമാകുന്നു എന്ന് ഉത്തമഗീതം വ്യക്തമാക്കുന്നു. ഒരു 50-60 വയസ്സ് കഴിയുന്നത് വരെ ഉത്തമഗീതത്തിൽ നിന്നും പ്രസംഗിക്കരുതെന്ന് യുവാക്കളായ പ്രസംഗകരെ ഉപദേശിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അത് ശരിയായ ഉപദേശമല്ല എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ പ്രസംഗകരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ 50-60 ഒന്നും ആകാത്ത വ്യക്തിയാകുന്നു എങ്കിൽ അതുവരെ ഉത്തമഗീതം പ്രസംഗിക്കാതിരിക്കരുത്. ഇത് നിങ്ങൾക്ക് എപ്പോഴും പ്രസംഗിക്കുവാൻ കഴിയുന്ന ഒരു ഉത്തമ പുസ്തകമാകും. ഈ പുസ്തകത്തിലെ വിശദമായുള്ള അല്ലെങ്കിൽ വ്യക്തമായുള്ള നമ്മെ പിടിച്ചു കുലുക്കുന്ന ശക്തമായ ഭാഷ കർത്താവായ യേശുക്രിസ്തുവുമായുള്ള നമ്മുടെ മഹത്തായതും മനോഹരവുമായ ബന്ധത്തിൻ്റെ ചിത്രമാണ്. സ്വാർത്ഥപരവും താൽക്കാലികവുമായ ഒരുതരം താണബന്ധത്തിൻ്റെ ചിന്താഗതി മാറി ഈ പുസ്തകത്തെ വീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിയും അനുഗ്രഹിക്കപ്പെടുന്നത് അവർണ്ണനീയമാണ്. കർത്താവിനോട് താങ്കളെ ഏറ്റവും അടുപ്പിക്കുന്ന അഥവാ ഏറ്റവും വ്യക്തിപരമായി അനുഭവപ്പെടാവുന്ന ഈ പുസ്തകം പോലെ മറ്റൊന്ന് എനിക്കറിയില്ല. ഈ പഠനം നിങ്ങൾക്ക് യേശു കർത്താവുമായുള്ള ബന്ധത്തെ പുതിയ മേഖലകളിൽ എത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. ഈ പറഞ്ഞ കാലത്തെ, അതായത് ഈ പുസ്തകം എഴുതിയ കാലത്തെ പൗരസ്ത്യ കവിതകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉത്തമഗീതം വളരെ മിതമായ ഭാഷയിലും ശ്രദ്ധാപൂർവവും രചിച്ച ഒരു വ്യത്യസ്ത കവിതയാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അതേസമയം പേർഷ്യൻ കവിതകൾ വായിച്ചാൽ ഈ ആധുനിക കാലത്തെ ചില അശ്ലീലങ്ങൾ പോലിരിക്കും. നമ്മുടെ സംസ്കാരത്തിലും അതുപോലെയുള്ള എത്രയെത്ര കൃതികളുണ്ട്, പറയാതെ തന്നെ അറിയാമല്ലോ. കലയുടെ പേര് പറഞ്ഞ് ഒക്കെ വികൃതമാക്കിയ കൃതികൾ. എന്നാൽ അതിന് വിപരീതമായി യഹൂദന്മാർ ഉത്തമഗീതത്തെ തിരുവചനം എന്ന സമാഗമന കൂടാരത്തിലെ അതിവിശുദ്ധ സ്ഥലമെന്നാണ് വിളിച്ചിരുന്നത്. പലർക്കും അംഗീകരിക്കുവാൻ പ്രയാസമാണല്ലേ? എങ്കിൽ മുൻപോട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ അത് താനെ അംഗീകരിക്കും. അതുകൊണ്ടാണ് ഈ അതിവിശുദ്ധ സ്ഥലത്തെ പാവനമായ ഉള്ളടക്കത്തിലേക്ക് എല്ലാവർക്കും അനുമതി നൽകാത്തത് എന്നുകൂടി ഓർക്കണം. ഇവിടെയാണ് താങ്കളും ഞാനും അത്യുന്നതൻ്റെ രഹസ്യ സ്ഥാനത്ത് പാർക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മനോഹരമായ പുസ്തകം ചർച്ച ചെയ്യുവാൻ ഞാൻ മടിക്കുന്നതും. അവിശ്വാസികളും ജഡീകരായ വിശ്വാസികളും ഈ പുസ്തകത്തെ ദുരുപയോഗം ചെയ്യുന്നു. പാവനവും പവിത്രവുമായ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ആ നല്ല കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നത് അശ്ലീലമായും അരുതാത്ത വിധത്തിലുമാണ്. വഷളായിപ്പോയ മനുഷ്യന്, അവൻ്റെ മനസ്സിന് കേൾക്കുന്നതിലെല്ലാം വഷളത്വം കാണുവാൻ കഴിയുന്നത് പോലെയാണ് അവിശ്വാസികൾക്ക് ഈ പുസ്തകം മോശമായി തോന്നുന്നത്. ഇത് എല്ലാവർക്കും ആസ്വദിക്കുവാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. എന്നാൽ താങ്കൾ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയാകുന്ന പക്ഷം, അതെ, താങ്കളുടെ ജീവിതത്തിൽ കർത്താവായ യേശു വളരെയേറെ പ്രധാനപ്പെട്ട വ്യക്തിയായി അനുഭവപ്പെടുന്നുവെങ്കിൽ, താങ്കൾ കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഈ ചെറിയ പുസ്തകം താങ്കൾക്ക് വളരെയേറെ അർത്ഥവത്തായി അനുഭവപ്പെടും.
അതുകൊണ്ട് തന്നെ യേശു കർത്താവിനെ അടുത്ത് സ്നേഹിക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്ന പക്ഷം ദയവായി തെറ്റിദ്ധരിക്കരുത്. ജീവിതത്തിൽ യഥാർത്ഥ സ്നേഹം അനുഭവിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തി സ്നേഹത്തെ തെറ്റിദ്ധരിക്കുന്നത് പോലെ ഇരിക്കും അത്. ഈ സ്വകാര്യ സംഗതികളൊക്കെ ഇത്ര തുറന്നു വേണോ എന്ന് ചോദിച്ചാൽ എല്ലാ പുസ്തകവും അങ്ങനെയല്ലല്ലോ. ഇത് മാത്രം അങ്ങനെ പറഞ്ഞിരിക്കുന്നതിനാൽ അധികമാകില്ല എന്നാണ് എൻ്റെ ഉത്തരം. നമ്മുടെ സംസ്കാരത്തിൽ ഒരു വലിയ പരാജയമായി കാണാറുള്ളത് ഈ പാവനമായ ബന്ധത്തിൻ്റെ ശരിയായ വശത്തെ വിവരിക്കുന്നത് നമുക്ക് അസഹ്യമായിരിക്കുമ്പോൾ തന്നെ ഇതിനെ എത്രമാത്രം വികൃതമാക്കി അപ്രായോഗികമാക്കി പരസ്യപ്പെടുത്തുന്നതിനെ നാം മൗനമായി അംഗീകരിക്കും. അത് അന്യായമാണ്, ഇല്ലേ? ഉത്തമഗീതം പ്രായോഗികവും കവിതാത്മകവുമാണ്. ഇവിടെ ദൈവം തൻ്റെ ജനത്തോട് കവിതകളിൽ കൂടി സംസാരിച്ചുകൊണ്ട് ഒരു കഥ പറയുന്നു. നാം ഈ പുസ്തകത്തെ സമീപിക്കുമ്പോൾ നമ്മുടെ ആത്മീക ചെരുപ്പുകൾ നാം ഊരി മാറ്റേണ്ടതുണ്ട്. അതെ, നാം ഒരു വിശുദ്ധ സ്ഥലത്തെയാണ് സമീപിക്കുന്നത്. വളരെ ഭയത്തോടും ആദരവോടും വേണം നാം ഈ പുസ്തകത്തെ സമീപിക്കേണ്ടത്. വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട വളരെ ലോലമായ ഒരു പുഷ്പമാണ് ഉത്തമഗീതം. ഈ പുസ്തകത്തിൽ 4 വ്യത്യസ്തവും പ്രധാനപ്പെട്ടതുമായ അർത്ഥങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. 4 അർത്ഥങ്ങൾ. ഒന്നാമതായി, ഉത്തമഗീതം ഭാര്യാഭർത്തൃബന്ധത്തിലെ സ്നേഹത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. വൈവാഹിക സ്നേഹത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നു എന്ന് ചുരുക്കം. വിവാഹം ദൈവനിയമിതമാകുന്നു എന്നും വിവാഹബന്ധം വിശുദ്ധമാകുന്നു എന്നും ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. യഥാർത്ഥ സ്നേഹം എന്താകുന്നു എന്ന് ഈ ചെറിയ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നു. സംതൃപ്തനായ ഭർത്താവിൻ്റെയും വിശ്വസ്തയായ അല്ലെങ്കിൽ പൂർണ്ണമായി ഭർത്താവിന് സമർപ്പിക്കപ്പെട്ട ഒരു ഭാര്യയുടെയും ഹൃദയം ഇതിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതായി യഹൂദന്മാർ പഠിപ്പിക്കുന്നു. ഇസ്രായേലിന് ചുറ്റുമുള്ള ദേശങ്ങളിൽ സ്ത്രീയെ വെറും ഒരു ജംഗമ സ്വത്തായി കണ്ട് പുരുഷൻ്റെ അടിമയായി അവൻ്റെ കാമകേളികൾക്ക് മാത്രം ഉപകരിക്കുന്ന, അത് കഴിഞ്ഞാൽ വെറും ചണ്ടിയായി കണ്ടിരുന്ന കാലത്ത് ദൈവത്തിൻ്റെ ജനത്തിന് വിവാഹബന്ധം മനുഷ്യബന്ധങ്ങളിൽ വെച്ച് ഏറ്റവും ഉന്നതവും നിറഞ്ഞതും ആഴമുള്ളതുമായ സ്നേഹമായി കണ്ടിരുന്നു. അതെ, യഥാർത്ഥ ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനം. അങ്ങനെ അർത്ഥവത്തായ ബന്ധമുണ്ടാകുവാൻ സഹായകമായ ചിത്രം ഇസ്രായേലും യഹോവയും തമ്മിലുള്ള, അല്ലെങ്കിൽ ക്രിസ്തുവും സഭയും തമ്മിലും ദൈവവചനത്തിൽ വിവരിച്ചിരിക്കുന്ന ആ ബന്ധമാണ്. യഥാർത്ഥ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ മാത്രമേ ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ അർത്ഥവും ആഴവും അറിയുവാനും അനുഭവിക്കുവാനും കഴിയൂ. അതിൽ അശ്ലീലം ഒന്നുമില്ല. ദൈവവുമായുള്ളൊരു വ്യക്തിയുടെ ബന്ധം അളക്കുവാൻ കഴിയുന്ന അളവുകോലാണ് ആ വ്യക്തിയുടെ ജീവിത പങ്കാളിയുമായുള്ള ബന്ധം. ജീവിത പങ്കാളിയെ സ്നേഹിക്കുവാനും സഹിക്കുവാനും കഴിയാത്ത വ്യക്തി ദൈവസ്നേഹത്തെ ആസ്വദിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും കഴിവില്ലാത്ത വ്യക്തിയാണ്. യഹൂദന്മാരുടെ കുടുംബങ്ങളിൽ സ്നേഹവും ആർദ്രതയും പ്രബലമായിരുന്നു. അതിന് ഈ പുസ്തകം ഏറെ സഹായിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം തെളിയിക്കുന്നു. ലൈംഗിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇക്കാലത്ത് വളരെയധികം പറഞ്ഞു കേൾക്കാറുണ്ട്. അത് നല്ലതാണെന്ന് വളരെയേറെ പേർ കരുതുകയും ചെയ്യുന്നു. എന്നാൽ അങ്ങനെയുള്ള ജീവിതം മൃഗത്തിന് തുല്യമായ ജീവിതമാണ്. ഒരു വ്യക്തി ഇപ്രകാരം പറയുവാനിടയായി, അനേക വർഷങ്ങൾ ഞാൻ ഒരു മൃഗത്തെപ്പോലെ ജീവിച്ചു. ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെട്ട സ്നേഹിതന്മാർക്ക് ലൈംഗിക ജീവിതം മൃഗത്തിന് അത് എത്രമാത്രം അർത്ഥവത്തായിരിക്കുന്നുവോ അത്രമാത്രമേ അവർക്കും അർത്ഥവത്തായിരിക്കുന്നുള്ളൂ എന്ന്. എത്ര ഭയങ്കരമല്ലേ? ഇന്നത്തെ യുവതലമുറ ലൈംഗിക വൈകൃതങ്ങളിലേക്ക് വഴുതിപ്പോയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അവരുടെ ജീവിത ശൈലി തന്നെ ലൈംഗികത പ്രകടിപ്പിക്കുന്ന വിധത്തിലാണ്. അവരുടെ വസ്ത്രധാരണം തന്നെ അതിന് പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലാണ്. എന്നാൽ ഒരു മൃഗത്തെക്കാൾ അധികമായി ഈ വിഷയത്തെക്കുറിച്ച് അവർ അറിയുന്നില്ല എന്നതാണ് വാസ്തവം. തെരുവിലെ ആ നായ്ക്കും
ഈ പറഞ്ഞ കൂട്ടത്തിന് അറിയാവുന്നത്ര തന്നെ ഈ കാര്യത്തിൽ അറിവുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടില്ല. എന്തോ ഒന്ന് നഷ്ടമായിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഭയങ്കരമായൊരു ശൂന്യത. ഈ ശൂന്യത നികത്തുവാൻ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത്? ഒക്കെ താൽക്കാലികമെന്ന യാഥാർത്ഥ്യം അവർ മറന്നുപോകുന്നു. തിളച്ചു പൊങ്ങുന്ന മൃഗീയ വികാരം നിയന്ത്രണമില്ലാതെ അഴിച്ചുവിടുന്നതാണോ പരിഹാരം? സ്വാർത്ഥത മനുഷ്യൻ മൃഗങ്ങളെക്കാൾ എന്ത് വിശേഷതയാണ് അവകാശപ്പെടുന്നത്? ഈ തലമുറയ്ക്ക് ലൈംഗിക കാര്യങ്ങളിൽ വളരെയധികം അനുഭവമുണ്ടായിരിക്കാം. എന്നാൽ സ്നേഹത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. എന്നിട്ടും തങ്ങൾക്കെല്ലാം അറിയാം എന്നാണ് അവർ ചിന്തിക്കുന്നത്. തങ്ങളുടെ മാതാപിതാക്കളെക്കാൾ ഏറെ സ്നേഹത്തെക്കുറിച്ചും ലൈംഗിക കാര്യങ്ങളെക്കുറിച്ചും തങ്ങൾക്കറിവുണ്ട് എന്ന് ചിന്തിക്കുന്ന കുമാരന്മാരും കുമാരിമാരുമാണ് നമുക്കിന്നുള്ളത്. ലൈംഗിക കാര്യങ്ങളുടെ വ്യക്തമല്ലാത്ത ചില കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോഴേക്കും സകലവും അറിയാമെന്ന് കരുതി യാഥാർത്ഥ്യത്തെ നേരിടുവാൻ തയ്യാറാകുന്ന യുവതലമുറ. സ്വന്തം ഭാര്യയിൽ സംതൃപ്തി കണ്ടെത്തുവാൻ കഴിയാത്ത ഭർത്താവ് സംതൃപ്തി കണ്ടെത്തുവാൻ പണം കളഞ്ഞ് പരസ്ത്രീകളെ സമീപിക്കുന്നു. എന്നാൽ തനിക്ക് തൻ്റെ ഭാര്യയോട് സ്നേഹമില്ലാത്തതാണ് യഥാർത്ഥ പ്രശ്നമെന്ന് മനസ്സിലാക്കാതെ സകലവും നശിപ്പിച്ച് ലൈംഗിക രോഗങ്ങൾക്ക് അടിമയായി നശിക്കുന്ന മനുഷ്യൻ. ഈ ശൂന്യത നികത്തുവാൻ എന്ന് പറഞ്ഞ് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന എത്രയെത്ര ആളുകൾ നമുക്ക് ചുറ്റും. എന്നാൽ പ്രിയ സുഹൃത്തെ, ഈ പുസ്തകത്തിൽ, അതായത് ഉത്തമഗീത പുസ്തകത്തിൽ വരച്ച് കാണിച്ചിരിക്കുന്ന വൈവാഹിക ബന്ധത്തിലെ സ്നേഹത്തിൻ്റെ മഹത്വം ഈ തലമുറയിൽ കാണുന്നതിൻ്റെ നേരെ വിപരീതമാണ്. രണ്ടാമതായി, ഈ ചെറിയ പുസ്തകത്തിൽ ഇസ്രായേലിനോടുള്ള യഹോവയായ ദൈവത്തിൻ്റെ സ്നേഹത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ഈ പുസ്തകത്തിൽ മാത്രം കാണുവാൻ കഴിയുന്ന പുതിയ ആശയമല്ല അത്. ഇസ്രായേലിനെക്കുറിച്ച് യഹോവയുടെ ഭാര്യയായി പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്. ഹോശേയ പ്രവാചകൻ ആ വിധത്തിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇസ്രായേലിൽ വിഗ്രഹാരാധനയെക്കുറിച്ച് വിവാഹ ജീവിതത്തിൽ കാണിക്കുന്ന അവിശ്വസ്തതയായിട്ടും ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പാപമായിട്ടുമാണ് ഹോശേയ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. വൈവാഹിക സ്നേഹത്തിൻ്റെ മഹത്വം ഈ പുസ്തകം വെളിപ്പെടുത്തുന്നു എന്ന ഒന്നാമത്തെ ആശയവും ഇസ്രായേലിനോടുള്ള യഹോവയായ ദൈവത്തിൻ്റെ സ്നേഹത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ പുസ്തകം എന്നതുമാണ് ഇസ്രായേലിലെ റബ്ബിമാരും ശാസ്ത്രിമാരും അംഗീകരിച്ച രണ്ട് വ്യാഖ്യാനങ്ങൾ. സഭയും ഇവ അംഗീകരിക്കുന്നു. എന്നാൽ സഭ രണ്ട് വ്യാഖ്യാനങ്ങൾ കൂടി ഈ പുസ്തകത്തിന് നൽകുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ മൂന്നാമത്തെ അർത്ഥം ക്രിസ്തുവും സഭയും തമ്മിലുള്ള ചിത്രം ഉത്തമഗീതത്തിൽ കാണുവാൻ കഴിയുന്നു എന്നതാണ്. സഭ ക്രിസ്തുവിൻ്റെ കാന്തയാകുന്നു, മണവാട്ടിയാകുന്നു. പുതിയ നിയമത്തിൽ ഇത് വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്ന ചിത്രമാണ്. എഫെസ്യ ലേഖനത്തിൽ തന്നെ 5-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം പരിശോധിച്ചാൽ അത് നമുക്ക് കാണുവാൻ കഴിയും. എന്നിരുന്നാലും ഈ പുസ്തകത്തിൽ ദൈവം തൻ്റെ വലിയ സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കി തരുവാനായി ഉത്തമമായ മനുഷ്യ സ്നേഹത്തിൻ്റെ ചിത്രം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള അത്ഭുതകരമായ സ്നേഹത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഏകവും ഉത്തമവുമായ മാനുഷിക സ്നേഹത്തെ അവൻ ഉപയോഗിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവുമായി വളരെ മനോഹരമായ ഒരു ബന്ധത്തിലേക്ക് നിങ്ങളെ നടത്തുവാൻ ഈ ഉത്തമഗീത പുസ്തകം സഹായകമായി തീരാവുന്നതത്രേ. ഇന്നും തിരുവചനം ശരിയായി അറിയുകയും കർത്താവായ യേശുക്രിസ്തുവുമായി സജീവമായുള്ളൊരു ബന്ധം സ്ഥാപിച്ചിരിക്കുകയുമാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ 4-ാമത്തെ അർത്ഥം ക്രിസ്തുവും ഓരോ വിശ്വാസിയും തമ്മിലുള്ള കൂട്ടായ്മ ബന്ധം ഈ പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നു. ക്രിസ്തുവും ഓരോ വിശ്വാസിയും തമ്മിലുള്ള കൂട്ടായ്മ ബന്ധം ഓരോ വ്യക്തിയോടുമുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയും നമ്മുടെ ആത്മാവിന് ക്രിസ്തുവുമായുള്ള സംസർഗത്തെയും ഇത് ചൂണ്ടിക്കാണിക്കുന്നു. അനേകം വിശ്വാസികൾ ഇത് അനുഭവമാക്കിക്കൊണ്ടിരിക്കുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞു: എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ എന്ന്. കർത്താവായ യേശുക്രിസ്തുവുമായി സജീവമായ ബന്ധം പുലർത്തിയിരുന്ന അനേകം ക്രിസ്തു വിശ്വാസികളുണ്ട്, വിശുദ്ധന്മാരുണ്ട്. സാമുവൽ റൂത്ത്ഫോർട്ട് എന്ന വിശുദ്ധൻ രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ കഴിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പറയുന്നത്.
തൻ്റെ ഭാര്യ ഉണർന്നു നോക്കുമ്പോൾ ഭർത്താവിനെ കാണാതെ വരികയും അവനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് കാണുന്നത്. ഭയങ്കരമായ തണുപ്പുള്ള രാത്രികളിൽ പോലും മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന തൻ്റെ ഭർത്താവിനെ റൂത്ത്ഫോർഡിൻ്റെ ഭാര്യ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോട്ട് കൊണ്ട് അദ്ദേഹത്തെ പുതപ്പിക്കുമായിരുന്നു എന്നെഴുതിയിട്ടുണ്ട്. D.L. മൂഡിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, റോബർട്ട് മച്ചനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, സാധു സുന്ദർ സിംഗിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ അനേകം വിശുദ്ധന്മാരും യേശുക്രിസ്തുവുമായുള്ള ഈ യഥാർത്ഥമായ വ്യക്തിപരമായ ബന്ധത്തിലേക്ക് കടന്നു വന്നവരായിരുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ എത്രയെത്ര പ്രഗത്ഭരായ ആളുകൾ, വിശുദ്ധന്മാരായ ആളുകൾ വ്യക്തിപരമായി കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ആ ബന്ധം ആസ്വദിച്ചുകൊണ്ട് അതിൽ ഉല്ലസിച്ചുകൊണ്ട് ജീവിച്ചിരുന്നു, ഇന്നും ജീവിക്കുന്നു. വ്യക്തിപരമായി അനുഭവിച്ചിട്ടില്ലാത്ത ആർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതല്ലാതെ ഈ ആഴമായ ബന്ധം. ചില ആളുകൾ വിശദീകരിക്കുന്നത് പോലെ ഇതേതെങ്കിലും വിധത്തിലുള്ള രണ്ടാം തരം അനുഭവമല്ല, ഇതൊരു അനുഭവത്തെക്കാൾ ഏറെയാകുന്നു. കർത്താവായ യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ഒരു ബന്ധമാണിത്. അവിടുന്ന് എത്ര മഹത്വവാനും അത്ഭുതവാനുമാകുന്നു എന്ന് കാണുവാൻ കഴിയുന്ന അതുല്യമായ ബന്ധം. അവനെ ഏറ്റവും മനോഹരനായി 10,000-ങ്ങളിൽ സുന്ദരനായി ദർശിക്കുവാൻ കഴിയുന്ന ആഴമായ സ്നേഹം. പുറമേയുള്ള സ്നേഹമല്ല, പുറമേയുള്ള സൗന്ദര്യമല്ല, അത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുമുള്ള സ്നേഹമാകും. ആത്മീയ സൗന്ദര്യം. അവിടുന്ന് നമ്മെ ആദ്യം സ്നേഹിച്ചതിനാൽ നാമും സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക് നാം വരേണ്ടതുണ്ട്. ഈ പുസ്തകം തുറക്കുകയെന്നാൽ ബഥാന്യയിലെ മറിയയുടെ പരിമള തൈലത്തിൻ്റെ ഭരണി പൊട്ടിക്കുന്നത് പോലെയാകുന്നു. ഇതിലെ പരിമളം നമ്മുടെ ജീവിതത്തിൽ നിറയുകയും അത് മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യും. നാം ഇത് മുൻപോട്ട് പഠിക്കുമ്പോൾ ആ അനുഭവം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അതിനായി നിങ്ങളെ ശക്തീകരിക്കട്ടെ.